ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ മോന് വേണ്ടിയിട്ട് ഒരു ലഞ്ച് ബോക്സ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു കറി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ചോറിലൊഴിക്കുന്ന കറിയാണ് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ എടുത്തപ്പോൾ ഞാൻ ഈ ലഞ്ച് ബോക്സ് എടുക്കുന്നതും കൂടെ കാണിക്കുന്നു എന്നേ ഉള്ളൂ. ചോറിനൊരു ചെറിയ മഞ്ഞ കളർ വന്നത് ഞാൻ കുക്കറിൽ കഷ്ണം വേവിച്ചതിന് ശേഷം ആ കുക്കറിൽ തന്നെയാണ് ചോറ് വെച്ചത്. അതുകൊണ്ടാണ് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പം കഷ്ണം എല്ലാം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു തോരൻ വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം ഇട്ടത് തൈരാണ് കേട്ടോ. തൈര് പുളിയില്ലാത്ത തൈരാണ്. തോരൻ എന്ന് പറയുന്നത് നമ്മുടെ വാഴക്കൂമ്പ് കൊണ്ടുള്ളതാണ്. തൊക്കുമാങ്ങ അച്ചാറാണ് വെച്ചത്. അപ്പോൾ ഈ കൂട്ടാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. ഇതിനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് എന്ന് പറയുമ്പം ഉള്ളി, അതുപോലെ തന്നെ വെള്ളരിക്ക, പച്ചക്കായ, പിന്നെ 2 പച്ചമുളക്, പിന്നെ നമ്മുടെ ചേമ്പ്, അതുപോലെ ചെറിയൊരു കഷ്ണം പടവലങ്ങ. ഇതെല്ലാം കൂടെ ഉപ്പും മഞ്ഞളും ഇട്ട് കുറച്ച് പുളിവെള്ളം, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു 2-3 കഷ്ണം ബീട്രൂട്ടും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറിക്ക് നല്ല ഒരു കളറും വരും, നല്ല ഒരു ടേസ്റ്റുമാണ് ബീട്രൂട്ട് ഇടുമ്പോൾ. ഇഷ്ടമില്ലാത്തവർ ഇടണമെന്നില്ല. അപ്പോൾ പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്കും ഒരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് കുറച്ച് മുഴുവൻ മല്ലിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സാമ്പാർ പരിപ്പ്, പിന്നെ കുറച്ച് ഉലുവ, അതുപോലെ തന്നെ ഒരു 3 വറ്റൽമുളക് ഇവിടെ ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തത് കേട്ടോ. ഉലുവയൊക്കെ എടുക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ എടുത്താൽ മതിയാകും. അത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് തേങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനത് ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ തേങ്ങ ഒരു ഫ്രീസറിൽ വെച്ചതായിരുന്നു. അപ്പോൾ അതൊന്ന് തണുപ്പ് മാറാൻ വേണ്ടി അതിലേക്ക് ഇട്ടുവെന്നേ ഉള്ളൂ. എന്നിട്ട് ഈ കഷ്ണമെല്ലാം വേവിച്ചത് ഞാനൊരു കൽച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരച്ചു വന്ന അരപ്പും കൂടെ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ബബിൾസ് വന്നാൽ മതി, പതഞ്ഞ് വന്നാൽ മതി. അല്ലാണ്ട് നന്നായിട്ട് ബോയിൽ ചെയ്യരുത്. കാരണം പുളിയെല്ലാം വെന്തതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തേങ്ങ അരച്ച് കഴിഞ്ഞാൽ ഒന്ന് പതഞ്ഞ് വന്നാൽ മതിയാകും. അപ്പോൾ ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് അതുപോലെ കടുവും വറുത്തിട്ടാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടാൻ റെഡിയായി. ഇത് നമുക്ക് ചപ്പാത്തിക്കോ അതുപോലെ തന്നെ ദോശയ്ക്കോ ഒക്കെ കൂട്ടാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്